ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹൊർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ SFIയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ KSU ആക്രമണം ഉണ്ടായെന്നാരോപിച്ച് SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് ഇടുക്കി, ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ അവസരം. മെയ് 31 വരെയാണ് സന്ദർശനത്തിന് അനുമതിയുള്ളത്. അണക്കെട്ടുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. ബക്രീദിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. കണ്ണൂരിൽ 1 മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. അക്കരെ കൊട്ടിയൂരിലേക്ക് ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലം മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽച്ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി A.N. ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67%, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. പോസ്റ്റൽ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെയും കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാക്കുന്നതിന്റെയും ഭാഗമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേരള പോസ്റ്റൽ സർക്കിൾ. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സലുകൾ നിശ്ചിത പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് തങ്ങളുടെ സൗകര്യാർത്ഥം നേരിട്ട് കൈപ്പറ്റാവുന്ന പാഴ്സൽ പിക്കപ്പ്, നിശ്ചിത നഗരങ്ങൾക്കിടയിൽ ഒരേ ദിവസം തപാലുകൾ വിതരണം ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പ്രസ്, ചെടികളും തൈകളും ഫ്രഷായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഗ്രീൻ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പുതുതായി നടപ്പാക്കുന്ന പദ്ധതികളെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേരള പോസ്റ്റൽ സർക്കിൾ PN രഞ്ജിത് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.